السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله تعالى. أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. മരണം എല്ലാ ആളുകൾക്കും എല്ലാ മനുഷ്യർക്കും അനുഭവിക്കേണ്ട ഒരു അവസ്ഥയാണ് മരണമെന്ന് പറയുന്നത്. ലോകത്ത് പല വിഷയങ്ങളിലും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിലും മരിക്കുമെന്ന വിഷയത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ജനിച്ച ഏതൊരാൾക്കും മരണം ഉറപ്പാണ്. പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഏതൊരു ശരീരവും മരണത്തെ രുചി നോക്കുക തന്നെ ചെയ്യും. വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. നിങ്ങളുടെ പ്രതിഫലങ്ങൾ അത് ഖിയാമത്ത് നാളിൽ മാത്രമാണ് നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുന്നത്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആ സമയത്ത് ആരാണ് നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്നത്, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത്, അവൻ വിജയം കൈവരിച്ചിരിക്കുന്നു. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഐഹിക ജീവിതം, ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. എല്ലാ മനുഷ്യർക്കും മരണം ഉറപ്പാണ്. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. ഏത് നാട്ടിൽ എവിടെ വെച്ച് എപ്പോൾ മരണപ്പെടുമെന്ന് ഒരാൾക്കും നിശ്ചയമില്ല. എന്താണ് മരണമെന്ന് പറഞ്ഞാൽ, ആത്മാവ്, ശരീരം എന്നിങ്ങനെ രണ്ട് വശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ജീവനുള്ള ഏത് വസ്തുവും. എന്നാൽ ആത്മാവ് ശരീരവുമായി വേർപിരിയുമ്പോഴാണ് മരണമെന്ന് പറയുന്നത്. മരണം ആസന്നമാകുന്ന ആളുടെ അടുക്കൽ ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ പ്രതിപാദ്യ വിഷയം. ഒന്നാമതായി ചെയ്യേണ്ടത് മരണമാസന്നമായ ആളെ കിടത്തുകയാണ്. തല കിഴക്ക് വശത്തേക്കും കാല് പടിഞ്ഞാറ് ഭാഗത്തേക്കുമായി മലർത്തി കിടത്തുകയാണ് വേണ്ടത്. ഇങ്ങനെ മലർത്തി കിടത്തുമ്പോൾ തലയ്ക്ക് താഴെ എന്തെങ്കിലും ഉയരമുള്ള ഒരു വസ്തു വെച്ചുകൊണ്ട് അല്പം തലയെ ഉയർന്നു നിൽക്കുന്ന രൂപത്തിൽ തലയുടെ അടിഭാഗത്ത് എന്തെങ്കിലും ഒരു വസ്തു വെച്ചു കൊടുക്കണം. ഇങ്ങനെ വെക്കുമ്പോൾ ഈ മനുഷ്യന്റെ ഉള്ളൻ കാലുകളും മുഖവും കിബിലയുടെ ഭാഗത്തേക്ക് നമുക്ക് തിരിച്ച് നിർത്താൻ കഴിയും. ഇതാണ് മരണമാസന്നമായ ആളെ കിടത്തേണ്ട ഏറ്റവും ഉത്തമമായ ഫുഖഹാക്കൾ പഠിപ്പിച്ച രൂപം. ഇതല്ലാതെ മറ്റു പല രൂപങ്ങളുമുണ്ടെങ്കിലും ഇന്ന് നമ്മുടെ നാടുകളിൽ നടപ്പുള്ളതും ഉത്തമമായ രൂപം എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചതും ഈ ഒരു രൂപമാണ്. രണ്ടാമതായി ചെയ്യേണ്ടത് കലിമ ചൊല്ലിക്കൊടുക്കലാണ്. മരണമാസന്നമായ ആൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിക്കൊടുക്കൽ സുന്നത്താണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളിൽ നിന്ന് മരണമാസന്നമായ ആൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കണം. എന്താണ് ഇതിന്റെ താല്പര്യം? അവസാന വാചകം, അവസാനമായി ഉച്ചരിക്കുന്ന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാകാൻ വേണ്ടിയാണ് ഇക്കാര്യം അവനെ ഓർമ്മിപ്പിക്കണമെന്ന് ഹദീസിൽ പറഞ്ഞതിന്റെ താല്പര്യം. കാരണം അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായി കഴിഞ്ഞാൽ
വിജയികളുടെ കൂടെ അവനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. عن معاذ بن جبل رضي الله عنه قال رسول الله صلى الله عليه وسلم من كان آخر كلامه لا إله إلا الله دخل الجنة. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വല്ലവരുടെയും അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അവൻ സ്വർഗത്തിൽ കടക്കുന്നതാണ്. ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മേൽപ്പറഞ്ഞ രൂപത്തിൽ കിടത്തുമ്പോഴാണ് ആ മനുഷ്യന് കലിമ ചൊല്ലിക്കൊടുക്കേണ്ടത്. അതിന് സാധ്യമല്ലെങ്കിൽ കിടത്തുന്നതിന് മുമ്പ് ചൊല്ലിക്കൊടുത്താലും മതിയാകും. ഒരു പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിക്കൊടുക്കുകയാണ് വേണ്ടത്. ആ സമയത്ത് മരണമാസന്നമായ ആൾ ആ കലിമ ഏറ്റു ഒരു പ്രാവശ്യം ചൊല്ലിക്കൊഴിഞ്ഞാൽ പിന്നെ ചൊല്ലിക്കൊടുക്കേണ്ടതില്ല. അതല്ല, ചൊല്ലിക്കൊടുത്തിട്ടും അദ്ദേഹം ഏറ്റു ചൊല്ലുന്നില്ലെങ്കിൽ അല്പസമയം കഴിഞ്ഞ് വീണ്ടും ചൊല്ലിക്കൊടുക്കണം. എങ്ങനെയാണെങ്കിലും മയ്യത്തിനോട് നിർബന്ധിക്കുന്ന രൂപത്തിൽ നീ ചൊല്ല് എന്നൊക്കെ നിർബന്ധ സ്വരത്തിൽ ചൊല്ലാൻ ആവശ്യപ്പെടാൻ പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. കാരണം ഇദ്ദേഹം അതിഗൗരവമായ ഒരു പ്രശ്നങ്ങളുമായി അല്ലെങ്കിൽ സംഭവമായി തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരമൊരു നിർബന്ധ കൽപ്പന നമ്മിൽ നിന്നുണ്ടാകുമ്പോൾ അനാവശ്യമായ സംസാരങ്ങളോ വാക്കുകളോ പറയാൻ സാധ്യതയുള്ളതുകൊണ്ട് അത്തരം വാക്കുകൾ നമ്മിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. ഒരു പ്രാവശ്യം ചൊല്ലി മരണമാസന്നമായ അത് ഏറ്റു ചൊല്ലിയതിന് ശേഷം മറ്റു വല്ല സംസാരമോ എന്തെങ്കിലും ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ദിക്റോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല സംസാരമാവട്ടെ, എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും അവൻക്ക് ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം. കാരണം അവന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആവലാണല്ലോ നമ്മുടെ മുഖ്യ ലക്ഷ്യം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ചൊല്ലിക്കൊടുക്കുന്നയാൾ ശത്രുത കാരണമോ അല്ലെങ്കിൽ അനന്തരാവകാശം ലഭിക്കുന്നതിന് വേണ്ടി താൻ വേഗം മരിച്ചു കിട്ടണമെന്ന ആഗ്രഹം കൊണ്ട് ചൊല്ലിക്കൊടുക്കുകയാണ് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുള്ള ആരും അത്തരം ആളുകൾ മയ്യത്തിന്, ഈ മരണമാസന്നമായി കിടക്കുന്ന ആൾക്ക് കലിമ ചൊല്ലിക്കൊടുക്കരുത്. അതല്ലാതെ മയ്യത്തുമായി വിദൂര ബന്ധമുള്ള അല്ലെങ്കിൽ പരിചയമില്ലാത്ത ആളുകൾ ചൊല്ലിക്കൊടുക്കലാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മരണമാസന്നമായ ആളുടെ അടുക്കൽ സൂറത്ത് യാസീൻ അതുപോലെ സൂറത്ത് റാഅദ് പ്രത്യേകം ഓതൽ സുന്നത്തുണ്ട്. റാഅദ് സൂറത്ത് പാരായണം ചെയ്യുന്നത് കൊണ്ട് ആത്മാവ് വേഗത്തിൽ പുറത്തു വരാൻ സഹായിക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് വെള്ളം കൊടുക്കലാണ്. മരണമാസന്നമായ വ്യക്തിക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കൽ നിർബന്ധവും ആവശ്യമില്ലെങ്കിൽ കൊടുക്കൽ സുന്നത്തുമാണ്. ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപിരിയുമ്പോൾ ഉണ്ടാവുന്ന ശക്തമായ പ്രയാസവും പ്രതിസന്ധിയും കാരണം വളരെ കഠിനമായ ദാഹം അനുഭവപ്പെടുന്ന ഒരു സമയമായതുകൊണ്ട് വെള്ളം നമ്മൾ പ്രത്യേകം സജ്ജീകരിച്ച് കൊടുക്കേണ്ടതുണ്ട്. വെള്ളം കൊടുക്കുമ്പോൾ സന്തോഷമുള്ള വാക്കുകളോ അല്ലെങ്കിൽ സന്തോഷമുള്ള രൂപത്തിലുള്ള മയ്യത്തിൽ നിന്ന് അത്തരം മുഖഭാവങ്ങൾ നമുക്ക് പ്രകടമാകുന്നുണ്ടെങ്കിൽ മയ്യത്തിന് വെള്ളം ആവശ്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാൻ കഴിയും, മരണമാസന്നമായ ആളുടെ അടുക്കൽ പിശാച് വരുമെന്നും ഒരു വെള്ളപാത്രവുമായി വന്ന് ഞാനല്ലാതെ മറ്റൊരു ആരാധ്യൻ പറഞ്ഞാൽ ഈ വെള്ളം നിനക്ക് തരാമെന്ന് പറയുമെന്നുമൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മയ്യത്തിന് വെള്ളം കൊടുക്കാനും അത് സംസം വെള്ളം അതുപോലെയുള്ള
അല്ലെങ്കിൽ തബറുക്കിന്റെ വെള്ളമൊക്കെ ആയാൽ അത് പ്രത്യേകം ഉപകരിക്കും. അത്തരം കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ മയ്യത്തിന്റെ അടുത്ത് വന്നു നിൽക്കുന്നവരോ കൂടി നിൽക്കുന്നവരോ ഒന്നും വലിയ ശുദ്ധിയുള്ളവർ അല്ലെങ്കിൽ ഹൈദ് നിഫാസ് പോലെയുള്ള ശുദ്ധിയില്ലാത്ത ആളുകൾ മയ്യത്തിന്റെ പരിസരത്ത് വന്നു നിൽക്കൽ കറാഹത്താണ്. അതുകൊണ്ട് അത്തരം ആളുകളിലോ അല്ലെങ്കിൽ ആളുകളുടെ ഫോട്ടോയോ അത്തരം ജീവികളുടെ രൂപങ്ങളോ അല്ലെങ്കിൽ നായയൊക്കെ ഉണ്ടാകുന്ന പരിസരത്ത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർക്ക് പ്രവേശിക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ നമ്മൾ മാറ്റിക്കൊടുക്കണം. മയ്യത്തിന് സന്തോഷത്തോടുകൂടെ റഹ്മത്തിന്റെ മാലാഖമാരുടെ സാന്നിധ്യത്തോടുകൂടെ ഈ ലോകത്തിന് വിട പറയാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ വന്നു നിൽക്കുന്ന ആളുകളൊക്കെ സംസാരങ്ങളും മറ്റു അഭിപ്രായങ്ങളും ഒക്കെ പറഞ്ഞു നിൽക്കാതെ സൂറത്ത് യാസീൻ അത് ഉച്ചത്തിൽ ഓതി അവിടെ ഒരു നല്ല പരിശുദ്ധമായ ഖുർആനും അവന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേക റഹ്മത്ത് വർഷിക്കുവാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ട് ആ മയ്യത്തിന് റാഹത്തോടെ മരണമാസന്നമായ ആളെ ഈമാൻ സലാമത്താകുന്നതിനുള്ള കാര്യങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുമായി ബന്ധപ്പെട്ടവർ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ നമ്മുടെ ഈ ക്ലാസ്സുകളിൽ മറ്റൊക്കെ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആഖിബത്ത് സലാമത്തായി മരണപ്പെടുവാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.